ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബിനമ്മീസ് ലൈഫ്. നമ്മൾ മീഷോയിൽ നിന്ന് ഒരു 25-ലധികം ഹോം ഡെക്കോർ ആൻഡ് കിച്ചൺ തിങ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളാണെങ്കിലും നമ്മൾ കൊടുത്തേക്കുന്ന കാശിനെ കഴിഞ്ഞ് കൂടുതൽ വർത്തി ആയിട്ടുള്ള നല്ല അടിപൊളി സാധനങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യത്തേത് ഈ റെഫ് ഓർഗനൈസർ ആണ്. 1200 ml കപ്പാസിറ്റിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഡ്രെയിൻ പ്ലേറ്റ് ഇൻബിൽറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കെട്ടിക്കിടന്നോളും. പക്ഷെ നമ്മൾ ഇതിന് മുമ്പ് വേറെ ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജസ്റ്റ് ഒരു വേറൊരു പാർട്ടായിട്ട് നമ്മൾ അത് എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളായിരുന്നു. ഇതിനകത്ത് പക്ഷെ അങ്ങനെ എടുത്തു മാറ്റാൻ പറ്റില്ല. അത് ജസ്റ്റ് അവിടെ ഇങ്ങനെ ഇൻബിൽറ്റ് ആയിട്ട് വെച്ചിരിക്കുവാണ്. പക്ഷെ എനിക്ക് ഇതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ ലിഡാണ്. കാരണം ഇത് നമുക്ക് തുറക്കാനും അടയ്ക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. മറ്റേ ആ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആ ഒരെണ്ണത്തിൻ്റെത് നമ്മൾ അടപ്പ് അടച്ചിട്ട് തുറക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നുണ്ട്. എൻ്റെ 2 എണ്ണത്തിന്റെ ഓൾറെഡി പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് മാറി വാങ്ങിയത്. ലുക്ക് വൈസും ഇത് കുറച്ചും കൂടെ ബെറ്റർ ആണ് കാണാനായിട്ട്. ഇതിന് 6 എണ്ണത്തിന്റെ സെറ്റിന് 209 രൂപയാണ് പ്രൈസ്. അടുത്ത ഐറ്റത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഒരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേരുടെയൊക്കെ അലമാരയിലേക്ക്. കാരണം നമ്മുടെ പിള്ളേരുടെ അലമാരയിൽ എപ്പോഴും തുണികളൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വാരിയൊക്കെ വെച്ചിട്ടുണ്ടാവും. എപ്പോഴും ഒരു ഓർഗനൈസേ അല്ലായിരിക്കും. അപ്പം ഇതുപോലെ ഒരു ഓർഗനൈസർ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അവരുടെ ഡ്രസ്സുകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത്, ഇപ്പോൾ ഗൗൺസ് ആണെങ്കിലും ഡ്രസ്സസ് ആണെങ്കിലും ജീൻസ് ടോപ്സ് അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. എടുക്കാനും എല്ലാം ഈസി ആയിട്ട്. അതിനകത്ത് നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഏത് ഡ്രസ്സ് എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ. അപ്പം നമുക്കത് കണ്ടെടുക്കാനായിട്ടൊക്കെ പറ്റും. നമ്മുടെ ഇവിടെ ഇച്ചുവിന് കുറേ ഗൗൺസ് ഒക്കെ ഉണ്ട്. അതിങ്ങനെ നമ്മൾ അലമാരയിൽ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ കുറേ സ്പേസ് നമുക്ക് നഷ്ടമാവും. ഇതുപോലെ ഒരെണ്ണത്തിലേക്ക് നമ്മൾ അടുക്കി വെക്കുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അടുക്കി വെക്കാനും പറ്റും, സ്പേസ് സേവ് ചെയ്യാനും പറ്റും. ഈ സെയിം ഓർഗനൈസർ കവർ ഞാൻ 1 വർഷത്തിന് മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ അതിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. നല്ല ക്വാളിറ്റി ആയിരുന്നു. അതിന്റെ സിപ്പർ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം നല്ലതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ഇത് തന്നെ വാങ്ങിച്ചത്. ഇത് എക്സ്ട്രാ ലാർജിലാണ്. 6 എണ്ണത്തിന്റെ സെറ്റാണ് വന്നിരിക്കുന്നത്. എപ്പോഴും സൈസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കുക. ഇതിന് 147 രൂപയാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ വാഷബിൾ അല്ലാത്ത ടേബിൾ കവേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലേക്ക് കറികൾ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അത് സ്റ്റെയിൻ വന്നിട്ട് നമുക്ക് അത് ഇട്ടിരിക്കുമ്പോൾ ഒരു വൃത്തികേടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അത് എത്ര തുടച്ചാലും പോവില്ല, നമുക്ക് കഴുകാനും പറ്റൂല. അങ്ങനെയുള്ള ടേബിൾ കവേഴ്സിന്റെ മേളയിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ട്രാൻസ്പെറന്റ് ടേബിൾ കവറാണിത്. 6 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇടാൻ പറ്റുന്നത്ര വലുപ്പത്തിലുള്ളതാണ് ഇതിന്റെ സൈസ്. ഇത് സൈഡിലൊക്കെ ഗോൾഡൻ ലേസ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 166 രൂപയാണ് ഇതിന്റെ പ്രൈസ്. സാധാരണ നമ്മൾ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഫ്രീസറിൽ സാധനങ്ങൾ വെക്കുമ്പോൾ പാത്രങ്ങളിലാണ് വെക്കാറുള്ളത്. പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നേഴ്സിലൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് സ്പേസ് നമുക്ക് നഷ്ടമാകാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മീനൊക്കെ ആണെങ്കിലും വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോസൺ ചെയ്യേണ്ട വെജിറ്റബിൾസ് ഒക്കെ വെക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി സ്പേസ് കൺസ്യൂം ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ വെക്കുന്നതിന് പകരം ഇതുപോലെയുള്ള റീയൂസബിൾ സിപ്ലോക്ക് കവേഴ്സ് സാധനങ്ങൾ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സാധനമാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. 20 കവറിന്റെ ഒരു സെറ്റാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. 143 രൂപയാണ് ഇതിന്റെ പ്രൈസ്. 10 എണ്ണം വീതമുള്ള സെറ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇനി നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും വീടുകളിൽ ഒരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇതൊരു ഡ്രെയിൻ ക്ലോഗ് റിമൂവർ ആണ്. ശരിക്കും ഇതിന്റെ ഒരു പ്രൈസ് വന്നിട്ട് ഞാൻ ഇത്രയും ക്വാളിറ്റി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഇത് 160 സെന്റിമീറ്റർ നീളത്തില് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്ലോഗ് റിമൂവർ ആണ്. എനിക്ക് ആകെ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയത്, എന്നെ പോലെ ഇത്തിരി കയ്യിൽ ബലമൊന്നും ഇല്ലാത്തവർക്ക് ഇത് അത്ര നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഇത്തിരി ബലമുള്ളവർക്ക് നല്ല ഈസി ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. എന്നാലും ഞാനങ്ങ് വിട്ടുകൊടുത്തില്ല, ഞാനത് വർക്ക് ചെയ്യിപ്പിച്ചു. നമ്മുടെ വീട്ടിലെ ഡ്രെയിനേജ് ഒക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇത് അതിലേക്ക് ഇട്ടിട്ട് കഴിഞ്ഞിട്ട് മുടിയൊക്കെ ആണെങ്കിലും ഇങ്ങനെ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. വെറും 97 റുപ്പീസേ ഉള്ളൂ. വേനൽക്കാലത്ത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റമാണ് ഇനിയും ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒരു ഐസ് ട്രേ ആണ്. അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു. അതിന്റെ ഐസ് ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നതും ഉണ്ടായി വന്നു കഴിയുമ്പോഴേ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എപ്പോഴും കുപ്പിയിലൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിലും അത് വേഗം തീർന്നു പോകും. എത്ര ഐസ് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് അത് എപ്പോഴും തീർന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. നല്ല റൗണ്ട് ഐസ് ഒക്കെ ഉണ്ടായി വരും. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് ഇത്. 2 എണ്ണത്തിന്റെ ഒരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് 114 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്, ഈ 2 എണ്ണത്തിനും കൂടിയിട്ട്. ഈ ഐസ് ട്രേയുടെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണെങ്കിലും നല്ലതാണ്, കളറും നല്ല ഭംഗിയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാം. അടുത്തത് ഒരു കോട്ടൺ കാർപ്പറ്റ് ആണ്. ഇത് പ്രൈസ് വൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും അടിപൊളിയാണ്. അതിന്റെ മെറ്റീരിയൽ ആയാലും ക്വാളിറ്റി ആയാലും അടിപൊളിയാണ്. ഇതിന് 325 റുപ്പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല വലിപ്പമുണ്ട്.
5x7 ഫീറ്റ് ആണ് ഇതിന്റെ സൈസ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എടുത്തുകൊണ്ട് പോകാനാണെങ്കിലും വാഷ് ചെയ്യാനാണെങ്കിലും ഈവൻ നമ്മളൊരു പിക്നിക് അല്ലെങ്കിൽ ഒരു ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനൊക്കെ ആണെങ്കിലും ഈസി ആയിട്ടുള്ള ഒരു കാർപ്പറ്റാണിത്. സൈസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇട്ട് കാണിച്ചിരിക്കുന്നത്. 2 സീറ്റർ സോഫയാണ്. അപ്പൊ അതിന്റെ നീളം നോക്കിയാൽ 2 സീറ്ററിന്റെ ഡബിൾ സൈസ് ആയിട്ട് വരുന്നുണ്ട്. വീതിയാണെങ്കിലും അതിനെ കഴിഞ്ഞ് കൂടുതൽ വരുന്നുണ്ട്. കാണാനും നല്ല അടിപൊളിയാണ്. നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഞാൻ കഴിഞ്ഞ ഒരു മീഷോ അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴത്തെ ഒരു ക്രേസ് ഹോം ഡെക്കോർ ഐറ്റംസിനോടാണെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കാലിയാവാൻ പറ്റിയ ഒരു ക്രേസ് ആണ് ഈ ഹോം ഡെക്കോർ എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മൾ കുറെ സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കുറവിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും. അതുപോലെ ഒന്നാണ് ഈ ആർട്ടിഫിഷ്യൽ ബോൺസായി പ്ലാന്റ് വിത്ത് പോട്ട്. ഈ പോട്ട് നല്ല ഹെവി ആയിട്ടുള്ള, ചെറുതാണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള, അതിനകത്ത് സിമെന്റ് പോലെ എന്തോ സാധനം വെച്ചിട്ട് അതിനകത്താണ് ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നത്. പ്ലാന്റ്സ് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. 168 രൂപയാണ് ഈ 4 കൂടി വരുന്നത്. അടുത്തതൊരു വോൾ ഹാങ്ങിങ് വുഡൻ ഷെൽഫാണ്. 3 ടയർ ആയിട്ട് വരുന്ന 3 ഷെൽഫായിട്ടാണ് വരുന്നത്. പ്രൈസ് വൈസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വെർത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഇത് ഹാങ് ചെയ്തിടാനുള്ള റിംഗ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് സ്റ്റേഡി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇത്തിരി ഹെവി ആയിട്ടുള്ള ഐറ്റംസ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. 138 രൂപയ്ക്ക് നല്ല വെർത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. അടുത്തതും ഒരു വോൾ ഡെക്കോർ ഐറ്റം ആണ്. ഇതൊരു വുഡൻ പ്ലാന്റ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഡെക്കോർ ഐറ്റംസിന്റെ സ്റ്റാൻഡ് ആയിട്ട് വരും ഇത്. ഇത് 2 പീസായിട്ടാണ് വരുന്നത്. അത് ഫിക്സ് ചെയ്തതിന് ശേഷം വാളിൽ സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. അതിനുള്ള ആണിയോ ഒക്കെ വെച്ചിട്ട് നമുക്കത് ഫിക്സ് ചെയ്യാം. ഇത് ഇങ്ങനെ എന്തെങ്കിലും ഡെക്കോർ ഐറ്റംസ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. 8 ഒരു സെറ്റാണ് വന്നിരിക്കുന്നത്. 128 രൂപയാണ് പ്രൈസ് വന്നിട്ടുള്ളത്. ക്വാളിറ്റി വൈസ് നോക്കിയാലും കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. അടുത്തതും ഒരു വോൾ ഡെക്കോർ ആണ്. ഇത് UV ടെക്സ്ചർഡ് പെയിന്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഒരു ബ്രൗൺ വോൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ പുതിയതായിട്ട് പെയിന്റ് ചെയ്തപ്പോൾ, അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഗോൾഡൻ ലീഫും ഫ്ലവറും കൂടിയുള്ള സെറ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ബ്രൗണിൽ അത് നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. ഇത് വുഡിലാണ് വന്നിരിക്കുന്നത്. 133 രൂപയാണ് ഇതിന്റെ പ്രൈസ്. സൈസ് വൈസ് നോക്കിയാലും വലിയ ചെറുതൊന്നുമല്ല, സാമാന്യം വലിപ്പമൊക്കെ തന്നെയുണ്ട്. ഇതിന്റെ പുറകില് ഈ 2 സൈഡ് ടേപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് കുറെ നന്നായിട്ട് സ്റ്റിക്കി ആയിട്ടിരിക്കും. നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള പ്രോഡക്റ്റ് ആണ്. ഇത് സാമാന്യം നല്ല തിക്നെസ്സും ഉണ്ട്. അപ്പോൾ നല്ല വർത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മൾ വോൾ ഡെക്കോർ ഐറ്റംസ് വാങ്ങുന്നതിന്റെ കൂട്ടത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വാങ്ങേണ്ട കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ട്. അതുപോലെയുള്ള ഒരു ഐറ്റം ആണ് ഇത്, ആംഗിൾ ബ്രാക്കറ്റ്. ഇത് ഞാൻ ഒരു ഷെൽഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കുന്നതാണ്. ഇത് 12 സെറ്റാണ് വന്നിരിക്കുന്നത്. വിത്ത് സ്ക്രൂ ആണ് വന്നിരിക്കുന്നത്. 188 രൂപയാണ് ഈ 12 കൂടെ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഹെവി ആണിത്. നമുക്ക് DIY ഷെൽഫ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആണ്. അടുത്തത് ഒരു DIY പ്രോഡക്റ്റ് ആണ്. ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല എയർ ഡ്രൈ ക്ലേ ആണിത്. 3 പാക്കറ്റ് ആണ് വരുന്നത്. 3 പല കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള പാക്കറ്റ് ആണ് വരുന്നത്. 119 രൂപയാണ് ഈ 3 സെറ്റിനും കൂടിയിട്ട് വരുന്നത്. പല കളേഴ്സ് ഉണ്ട്. കുട്ടികളൊക്കെ ഇപ്പൊ വെക്കേഷൻ ആണല്ലോ, അപ്പൊ അവർക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ്. ഇതിന്റെ കൂട്ടത്തില് ഓരോ സെറ്റിലും 3 ടൂൾസ് വീതവും വരുന്നുണ്ട്. നമ്മൾ വാങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ വളരെ ലെങ്തി ആയിട്ട് പോകും. അതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. പാർട്ട് 2-ൽ ഒരുപാട് അടിപൊളിയായിട്ടുള്ള നല്ല ഐറ്റംസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മിസ്സാവാതിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു for watching.